ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് ചെയ്യുന്നത് ഒരു ലിപ്സ്റ്റിക് സ്വാച്ചാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ റാസ് ലക്ഷറി ലിപ്പ് ഓയിൽ എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡിൻ്റെ കുറച്ച് ലിപ്പ് ഓയിൽസ് ഉണ്ട്. സോ ബേസിക്കലി ഞാൻ അവരുടെ സൈറ്റിൽ നിന്ന്, അത് നൈക്കയിലും അവൈലബിൾ ആണ് കേട്ടോ, പക്ഷെ ഞാൻ അവരുടെ സൈറ്റിൽ നിന്ന് ദിവാലി ഓഫറിന് മേടിച്ചതാണ്. ലൈക്ക് ഐ ഹാവ് എ സെറ്റ് ഓഫ് മിനിയേച്ചർ ലിപ്സ്റ്റിക്സ്, ഇഫ് യു ക്യാൻ സീ. പല കളേഴ്സാണ്. അപ്പം ഐ ജസ്റ്റ് തോട്ട് ഇറ്റ് വിൽ ബി ഫൺ ടു സ്വാച്ച്. എങ്ങനെ ഉണ്ടാവും നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഫസ്റ്റ് ഞാൻ നോക്കാൻ പോകുന്നത് ഒരു പിങ്ക് ഷെയ്ഡാണ്. നിങ്ങൾക്ക് ഷെയ്ഡ് കാണാൻ പറ്റും, ഒരു പിങ്കിഷ് ഷെയ്ഡാണ്. ലൈറ്റായിട്ട് ഇട്ട് കൊടുക്കുക. നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുക. എക്സസിലൊക്കെ തുടച്ച് കളയാം. അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതൊരു ലിപ്പ് ഓയിലാണ്, ബേസിക്കലി ലിപ്സ്റ്റിക് അല്ല. അപ്പം ഒരു ചെറിയൊരു ഓയിലി ഇത് വരും, ടെക്സ്ചറാണ് നമ്മൾ ഇട്ട് കഴിയുമ്പം. പിന്നെ ഇത് ട്രാൻസ്ഫർ ആവും, പക്ഷേ ഇത് കുറേ നേരം നിൽക്കും. എനിക്കൊരു 4-5 മണിക്കൂറൊക്കെ നിൽക്കും. അപ്പം ട്രാൻസ്ഫർ ആയാലും അങ്ങനെ അത്രയ്ക്കും ബുദ്ധിമുട്ടില്ല. ഈവൻ അത് പോയി കഴിഞ്ഞാലും ചെറിയൊരു പിഗ്മെൻറ്റ് ഉണ്ടാവും. അപ്പം ആ കാര്യത്തിലും ഇത് നല്ലൊരു ഇതായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. പിന്നെ നമ്മുടെ ലിപ്സിന് ഭയങ്കര ലൈറ്റാണ്, ഇങ്ങനെ ഡ്രൈ ആയിട്ടൊന്നും ഇരിക്കില്ല. അപ്പം ഇതാണ് ഇതിൻ്റെ ഫസ്റ്റ് കളറ്. ഇതൊരു പിങ്കിഷ് ഷെയ്ഡാണ്. ഓക്കെ, ഇനി നമുക്ക് സെക്കൻഡ് കളർ നോക്കാം. സെക്കൻഡ് കളർ എൻ്റെ ഫേവറേറ്റ് കളറാണ്. എൻ്റെ ഗോ ടു കളർ എന്ന് വേണമെങ്കിൽ പറയാം. ഇതൊരു റെഡ് മെറൂൺ ടൈപ്പായിട്ടുള്ളൊരു കളറാണ്. നമുക്കപ്പോൾ ഇട്ട് നോക്കാം. ഇത് എല്ലാ ഡ്രസ്സിൻ്റെ കൂടെയും എല്ലാ ഒക്കേഷനും യൂസ് ചെയ്യാൻ പറ്റുന്നൊരു കളറാണ്. ലൈറ്റായിട്ട് ഇടുന്നവർക്ക് ലൈറ്റായിട്ട് ഇടാം. നന്നായിട്ട് ഇടണമെങ്കിൽ അതിന് ഒരു കോട്ടിങ് കൂടെ കൊടുക്കുക. നിങ്ങളുടെ പ്രിഫറൻസ് ആണ് കേട്ടോ. ഇന്നിരിക്കും ഇട്ട് കഴിഞ്ഞാൽ. ഇനി മൂന്നാമത്തെ ഷെയ്ഡ് ഇതിനേക്കാളും മുന്നേ, മൂന്നാമത്തെ ഷെയ്ഡ്സ്, ഇനി വരുന്ന ഷെയ്ഡ്സ് എല്ലാം കുറച്ച് ലൈറ്റ് കളർ ഷെയ്ഡ്സ് ആണ്, കുറച്ച് ന്യൂഡ് ടിൻറ്റ് വരുന്ന ഷെയ്ഡ്സ് ആണ്. അപ്പം ഞാൻ എപ്പോഴും ന്യൂഡ് കളർ ഷെയ്ഡ്സ് ഇടുമ്പം ലിപ്പ് ലൈനർ യൂസ് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കളറായിട്ട് മിക്സ് ചെയ്യാറുണ്ട്. അപ്പോൾ ഞാൻ അതിന് ഇടുന്നേക്കാളും മുന്നേ ലിപ്പ് ലൈനർ ഇടുന്നുണ്ട്. ഇത് കെ ബ്യൂട്ടിയുടെ ലിപ്പ് ലൈനറാണ്, ഒരു റെഡ് കളർ ലിപ്പ് ലൈനറാണ്. ഓക്കെ, നിങ്ങളുടെ ഒരു ഇതനുസരിച്ച് ലിപ്പ് ലൈനറൊക്കെ ഇടുക. ഞാൻ എപ്പോഴും ലിപ്പ് ലൈനർ ഇടുമ്പോൾ മുകളിൽ ഇങ്ങനെ ഫില്ല് ചെയ്യാറുണ്ട്. അപ്പോൾ എനിക്ക് കുറച്ചും കൂടെ ഒരു ഫുള്ളർ ലിപ്സ് പോലെ തോന്നും. നിങ്ങളുടെ ഒരു ഇതുപോലെ ലിപ്പ് ലൈനർ ഇടാം. ഇനി നെക്സ്റ്റ് കളറ്, ഇതൊരു പ്രോപ്പർ ന്യൂഡ് കളറാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ ഒരു ന്യൂഡ് പിങ്ക് കളറാണ്. നമുക്ക് എങ്ങനെ ഇരിക്കുമെന്ന് നോക്കാം. ഇപ്പം ആ ലിപ്പ് ലൈനറിൻ്റെ കളറും ഈ ഒരു കളറും മിക്സ് ആയിട്ട് വേറൊരു കളറായിട്ടുണ്ട്. ആൻഡ് ഐ റിയലി ലൈക്ക് ദിസ് കളർ. ഇതെൻ്റെ സ്കിൻ ടോണിന് പെർഫെക്റ്റ് ആണ്. ഒരു ഡിഫറെൻറ്റ് കളറാണ്. ആൻഡ് ഇറ്റ്സ് വെരി നൈസ്. ഇതാണ് ആക്ച്വൽ കളർ കേട്ടോ. ആ ലിപ്പ് ലൈനർ ഇടുമ്പോഴത്തെ വ്യത്യാസം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ, അതുകൊണ്ടാണ് ഇടാൻ പറയണത്. ഓക്കെ, അപ്പം ഇനി നെക്സ്റ്റ് നമുക്ക് ട്രൈ ചെയ്യാം. സോ ആസ് യു ക്യാൻ സീ, നല്ലൊരു ചോക്ലേറ്റ് ബ്രൗൺ ന്യൂഡ് കളറാണ്. നമുക്ക് ലിപ്പ് ലൈനർ ഇല്ലാണ്ട് എങ്ങനെ ഇരിക്കുന്നു എന്ന് നോക്കാം. ഇന്നിരിക്കും ലിപ്പ് ലൈനർ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നല്ലൊരു കളറാണ്. പക്ഷെ കുറച്ചൊന്ന് നമ്മുടെ സ്കിന്നൊന്ന് ഡിമ്മായി പോവും, കുറച്ച് വാഷ് ഔട്ടായി പോകാൻ ചാൻസ് ഉണ്ട്. മറ്റേതാകുമ്പം കുറച്ചൊരു തെളിച്ചം വരും. അതാണ് വ്യത്യാസം ബേസിക്കലി. ഓക്കെ, അപ്പോൾ ലാസ്റ്റായിട്ട് നമ്മൾ നോക്കുന്നത് ഈ ഒരു പിങ്ക്, ഒരു മോവ് പിങ്ക് ഷെയ്ഡാണ്. നമുക്ക് എങ്ങനെയുണ്ട് നോക്കാം.
ഇങ്ങനെയായിരിക്കും അതിൻ്റെ കളർ. ഇതാണ് ഈ ഒരു പിങ്ക് ന്യൂഡ് ഷെയ്ഡ് വരുന്നത്. ഐ തിങ്ക് ഐ റിയലി ലൈക്ക് ഇറ്റ്. കാരണം ഭയങ്കര ഒരു ലൈറ്റ് കളർ ഷെയ്ഡാണ്, നാച്ചുറൽ ലുക്കിംഗ് ആയിട്ടുള്ളൊരു ഷെയ്ഡാണ്. ഞാൻ സത്യം പറഞ്ഞാൽ ഇതധികം ഉപയോഗിക്കാതെ മാറ്റി വെച്ചേക്കായിരുന്നു. റെഡ് മാത്രം യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ എനിക്കിങ്ങനെ ഇപ്പോൾ കാണുമ്പോൾ നല്ല ഭംഗി തോന്നുന്നുണ്ട്. ഐ തിങ്ക് ഐ യൂസ് ഇറ്റ് മോർ. അപ്പം നിങ്ങളും ഇത് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും വലിയ പാക്കറ്റും നൈക്കിയിലൊക്കെ അവൈലബിൾ ആണ്. ഇത് ഞാൻ മിനിയേച്ചർ മേടിച്ചു എന്നേ ഉള്ളൂ, കാരണം എനിക്കെല്ലാം ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതെല്ലാം കൂടെ വരുന്ന ഒരു 1200 നിങ്ങൾ സൈറ്റിൽ നിന്ന് ഓർഡർ ചെയ്യുകയാണെങ്കിൽ കുറച്ച് ഫ്രീ ബീസും കൂടെ കിട്ടും. അവരുടെ ഫേസ് വാഷും അതും അങ്ങനത്തെ കുറച്ച് ഫ്രീ ഐറ്റംസും കിട്ടും. അപ്പം നിങ്ങളുടെ അഭിപ്രായം പറയാം, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് പറയാം, ഏത് ഷെയ്ഡാണ് ഇഷ്ടപ്പെട്ടതെന്ന് പറയാം. ആൻഡ് ഐഡ് ബി ഹാപ്പി ടു ഹെൽപ്പ് ഫോർ എനിത്തിങ്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നതായിരിക്കും. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.